നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പവർ ബേസ്ഡ്, അതായത് നമ്മൾ ബേസിക് ഐഡിയ ഉപയോഗിച്ച് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം, ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇതിൽ നമ്മൾ മെയിനായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിൽ പാരലൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്, പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്ന് പറയുമ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റേഴ്സ് അബ്സോർബ് ചെയ്ത പവർ കാണും. അതായത് ഈ സർക്യൂട്ടിന്റെ മൊത്തം ഒരു പവർ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് 1 ആംപിയർ ആണ് നമ്മുടെ കറണ്ട് സോഴ്സ്. ആ 3 റെസിസ്റ്റർ പാരലുണ്ട്. ഒരു വോൾട്ടേജ് സോഴ്സും ഈ മൊത്തം സർക്യൂട്ടിന് പാരലായിട്ട്. ഈ വോൾട്ടേജ് സോഴ്സ് 2 വോൾട്ട് ആണ്, കറണ്ട് സോഴ്സ് 1 ആംപ്സ് ആണ്. സോ നമുക്ക് ഇതിന്റെ അനാലിസിസ് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ എന്താ ചെയ്യുക, അതാ ഈ മൂന്ന് റെസിസ്റ്റേഴ്സും പാരലാണ് നമുക്കറിയാം. ഈ 3, അപ്പം ഞാൻ ഈ ഒരു പോയിന്റിനെ ഞാൻ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആക്കി എടുത്തു കഴിഞ്ഞു. അപ്പം ഇവിടെ ഈ ഒരു 3 പോയിന്റിലെ വോൾട്ടേജ് എന്തായിരിക്കും വോൾട്ടേജ്? നമ്മളൊരു മൾട്ടിമീറ്ററിന്റെ പ്രോപ്പ് എടുത്ത മുകളിലും താഴെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വോൾട്ടേജ്? അപ്പം സ്വാഭാവികമായിട്ട് 2 വോൾട്ട് തന്നെയായിരിക്കും ആ വോൾട്ടേജ്. കാരണം എന്താ, ഈ മൊത്തം സർക്യൂട്ടിന് പാരലായിട്ടാണ് ഈ 2 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ 1 ആംപ്സ് കറണ്ട് സോഴ്സ് ഈ പൊട്ടൻഷ്യലിനല്ല മാറ്റം വരുത്തുന്നത്, പകരം അതിലൂടെയുള്ള കറണ്ടിനെയാണ്. അതായത് ഇവിടുന്ന് ഒരു 1 ആംപ്സ് കറണ്ട് പോകുന്നുണ്ടെന്നേ ഉള്ളൂ, അതൊരിക്കലും ഇവിടുത്തെ വോൾട്ടേജിനെ എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ 1 ഓംസിലൂടെയുള്ള കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് കിട്ടി. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 2 വോൾട്ട് ആണെന്ന് കിട്ടി. 2 വോൾട്ട് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 ഓംസിൽ കൂടെയുള്ള റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? ഞാനതിനെ I1 എന്ന് വിളിച്ചു, ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട്, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് 2 വോൾട്ട് ബൈ 1, 2 ആംപ്സ്. ഇനി അടുത്തത് 2 ഓംസ്. ഈ 2 ഓംസിൽ കൂടുതലുള്ള കറണ്ട് എത്രയാ? അതിനാണ് I2 എന്ന് വിളിച്ചു. എന്തായിരിക്കും? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് 1 ആംപ്സ്. I5, അതായത് ഈ 5 ഓമിലെ കൂടെയുള്ള കറണ്ട് എത്രയാണ്? 2 വോൾട്ട് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 0.4 ആംപ്സ്. സോ ഈ 3 റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 + 1 + 0.4, അതായത് 2 + 1 + 0.4 is equal to 3.4 ആംപ്സ്. ഇത്രയും കറണ്ടാണ് ഈ 3 റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ. ഇനി നമ്മൾ ഇതിൽ KCL അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ഈ 3 പോയിന്റിൽ ഇങ്ങോട്ടേക്കുള്ള കറണ്ട് നമുക്ക് കിട്ടി. ഈ 3 കറണ്ട് നമുക്ക് കിട്ടി. അതിന്റെ ആൻസർ ആണ് കിട്ടിയത്, നമുക്ക് 3.4 ആണ്. അപ്പം ആ 3.4 ആംപ്സ് ആരൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? ഒരു പാർട്ട് നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട് കറണ്ട് സോഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. കറണ്ട് സോഴ്സ് എത്ര സപ്ലൈ ചെയ്യുന്നത്? 1 ആംപ്സ്. അപ്പൊ 3.4 ആംപ്സ് മൊത്തം റെസിസ്റ്റർ കൺസ്യൂം ചെയ്യുന്ന കറണ്ടാണ്. അതിൽ 1 ആംപ്സ് സപ്ലൈ ചെയ്യുന്നത് കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ ബാക്കി എത്ര ആംപ്സ് ആണ് വോൾട്ടേജ് സോഴ്സ് സപ്ലൈ ചെയ്യുന്നത്? അപ്പം കറണ്ട് സപ്ലൈഡ് ബൈ 2 വോൾട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3.4 ആംപ്സ് മൈനസ് 1 ആംപ്സ്. ആ 1 ആംപ്സ് എവിടെ വന്ന് ആ കറണ്ട് സോഴ്സിന്റെ കറണ്ട് നമ്മളങ്ങ് മൈനസ് ചെയ്യും. അപ്പൊ 2.4 ആംപ്സ് കറണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ 2 വോൾട്ട് സപ്ലൈ ചെയ്യുന്ന കറണ്ട് കിട്ടി. ഇനി 2 വോൾട്ട് എത്ര പവറാണ് കൺസ്യൂം ചെയ്യുന്നത് നോക്കാം, അല്ലേ? പവർ കൺസ്യൂംഡ് ബൈ 2 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എത്രയായിരിക്കും? എന്താണ് പവറിന്റെ ഇക്വേഷൻ? V ഇൻറ്റു I. വോൾട്ടേജ് എത്രയാ? 2 വോൾട്ട് ഇൻറ്റു 2.4 ആംപ്സ്. 2.4 വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജ് എത്രയാ?
2 വോൾട്ട് ഇൻറ്റു കറണ്ട് എത്രയാ നമുക്ക് കിട്ടിയ കറണ്ട് എത്രയായി 2 വോൾട്ട് 2.4 2.2 ഇൻറ്റു 2.4 എന്ന് പറയുമ്പോൾ 4.8 വാട്ട്സ് വരും കൺസപ്ഷൻ. ഓക്കെ, 4.8 വാട്ട്സ് ആണ് കൺസപ്ഷൻ വരിക. ഓക്കെ, അത്രയും പവറാണ് ഈ സിസ്റ്റം ഈ 2 വോൾട്ട് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 2 വോൾട്ട് മാത്രമല്ല സോഴ്സ് ഉള്ളത്, നമുക്കൊരു 1 ആംപ്സിന്റെ കറണ്ട് സോഴ്സും കൂടി ഉണ്ട്. അപ്പൊ പവർ ഡെലിവേർഡ് ബൈ 1 ആംപിയർ കറണ്ട് സോഴ്സ് എത്രയാണ്? പവർ ഡെലിവേർഡ് ബൈ 1 ആംപിയർ സോഴ്സ് കാണണം. ഓക്കെ, അപ്പം നമുക്ക് വോൾട്ടേജ് അറിയാം. ഒരു പാരലൽ കണക്ഷൻ പാരലൽ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 2 വോൾട്ട് ആണ്. ഓക്കെ, അപ്പം നമുക്ക് കറണ്ട് പറയാം 1 ആംപ്സ് ആണ്. അപ്പൊ 2 × 1 2 വാട്ട്സ്. അപ്പം മൊത്തം വാട്ട്സ് എത്രയാ? ടോട്ടൽ പവർ ഡെലിവേർഡ് പി ടോട്ടൽ ഡെലിവേർഡ് ബൈ ദി സോഴ്സസ് 4.8 പ്ലസ് 2 4.8 പ്ലസ് 2 ദാറ്റ് മീൻസ് 6.8 വാട്ട്സ് ആണ് ഈ രണ്ട് സോഴ്സും കൂടി ഡെലിവർ ചെയ്തിരിക്കുന്ന പവർ. ഓക്കെ, ഇനി നമുക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 റെസിസ്റ്ററും കൺസ്യൂം ചെയ്ത പവർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സം എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ 6.8 ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? P1 എത്രയാ വരിക? P1 എന്ന് പറയുന്നത് I²R എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. പവറിന്റെ I²R. I എത്രയാ? I നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 2 ആംപ്സ് ആണ്. അപ്പൊ I²R എന്നാൽ 4 × 1 = 4 വാട്ട്സ്. ഇനി P2 എന്ന് പറയുന്നത് എത്രയാ? I²R. I എന്ന് പറഞ്ഞാൽ അവിടെ I2 എത്ര കിട്ടി? നമുക്ക് 1 ആംപ്സ്. അപ്പോൾ 1² × 2 അതായത് അപ്പൊ എത്ര വരും? 2 വാട്ട്സ്. ഇനി P5 കണ്ടുപിടിക്കണം. I എത്രയാ? നമുക്ക് 0.4 കിട്ടിയിട്ടുണ്ട്. 0.4 സ്ക്വയർ ഇൻറ്റു 5 വരും. അത് എത്രയാ വരിക? 0.8 വാട്ട്സ് വരും. ഓക്കെ, ഇനി 3 റെസിസ്റ്ററും കൂടി സം ചെയ്ത 3 റെസിസ്റ്ററിന്റെ പവർ സം ചെയ്ത എത്ര വരും? 4 + 2 + 0.8 = 6.8 വാട്ട്സ്. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ഈ വോൾട്ടേജ് സോഴ്സ് ഡെലിവർ ചെയ്ത പവർ എല്ലാം തന്നെ ഈ റെസിസ്റ്റേഴ്സ് കൺസ്യൂം ചെയ്തു. സോ അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ ആ പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാം കവർ ചെയ്തു. കൂടാതെ നമ്മൾ ആ കൺസെപ്റ്റിന്റെ പ്രൂവ് ചെയ്തു പവർ കൺസേർവ്ഡ് ആണ്. സോ വി ആർ ഡൺ.